ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി. ഈ മാസം 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 15-ാം തീയതി വീണ്ടും പരിഗണിക്കും. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും കേസിലെ തുടർ നടപടികൾ എന്ന കാര്യത്തിൽ കൂടി വ്യക്തമാകുന്നു. അതിനിടെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. 10 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നതോടെ പോലീസിനെതിരെ വിമർശനം ശക്തമാകുകയുമാണ്. എന്നാൽ പോലീസിന്റെ നീക്കങ്ങൾ രാഹുലിന് ചോർന്നു കിട്ടിയതായിട്ടുള്ള വിവരവും വരുന്നു. മൈസൂരുവിലും ബംഗളൂരുവിലുമായാണ് രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം തുടരുകയും ചെയ്യുന്നു. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. കോടതിയുടെ വിശദാംശങ്ങളൊക്കെയായി ഡാനി പോളും ഒപ്പം രണ്ടാമത്തെ ഹർജിയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ഉണ്ടാക്കാത്ത വിധം, ആദ്യത്തെ പരാതിയിൽ അറസ്റ്റ് ഉണ്ടാകാത്ത വിധം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം വരിക, അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള വിഷയം. പക്ഷേ പോലീസിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുകയും ചെയ്യുന്നു. ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി എടുത്തിരിക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ അറസ്റ്റ് തടയുന്നതിലേക്ക് കോടതി എത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്? അപർണ, കോടതി അറസ്റ്റ് 15-ാം തീയതി വരെ, ഡിസംബർ 15-ാം തീയതി വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അത് പരിഗണിക്കുന്ന ഒരു സാങ്കത്യത്തിലാണ് ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. പ്രധാനമായും തന്നെ ഇന്ന് കോടതി മറ്റ് ഇതിൻ്റെ ഒരു കേസിൻ്റെ മെറിറ്റ് മറ്റ് കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ല. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതി പറഞ്ഞത്, ഇതിൽ പ്രതിക്ക് പറയാനുള്ള അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അതുകൂടി എന്താണെന്ന് കേൾക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും വാദങ്ങൾ കോടതി കേൾക്കും, അതുകൂടി പരിഗണിക്കും. പ്രോസിക്യൂഷനും പറഞ്ഞു ങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ടു പേർക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമാണ് കോടതി ഈ കേസിൻ്റെ വാദങ്ങളിലേക്ക് കടക്കുക. അല്ലാതെ ഒരാളുടെ മാത്രം എന്നുള്ളതല്ല, രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ട ശേഷം കോടതി ഇതിൻ്റെ ഈ ജാമ്യ ഹർജിയിലേക്ക് വരാം. അതുകൊണ്ട് ഇനി കേസ് പരിഗണിക്കുന്ന 15-ാം തീയതി വരെയും നോട്ട് ടു അറസ്റ്റ് എന്ന രീതിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബു ആണ് സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. 15-ാം തീയതി വരെയും അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് കോടതി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. 15-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതിൽ വിശദമായ വാദങ്ങൾ കേൾക്കും. അതിൽ പ്രതിക്ക് പറയാനുള്ള, പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി വിശദമായി കേൾക്കും. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും ഇത് തങ്ങൾക്കും ബോധിപ്പിക്കാനുണ്ട് എന്ന് ആമുഖമായി തന്നെ പ്രോസിക്യൂഷനും പറഞ്ഞു. ഇന്ന് മറ്റ് നടപടികളിലേക്ക് കോടതി കടന്നില്ല. കോടതി ചേരുമ്പോൾ തന്നെയും ഈ കേസ് പരിഗണിക്കുകയായിരുന്നു. അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനാണ് ഇത് കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി ശ്രദ്ധയിൽപ്പെടുന്നത്, മുൻകൂർ ജാമ്യ ഹർജി ശ്രദ്ധയിൽപ്പെടുത്തുന്നതും. കോടതി ഉടനെ തന്നെ ഇനി പരിഗണിക്കുന്നത് ഇത് പരിഗണിക്കുന്ന 15 വരെയും നോട്ട് ടു അറസ്റ്റ് എന്ന രീതിയിലേക്ക് കോടതി നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. അതേസമയം തന്നെയാണ് പ്രോസിക്യൂഷൻ ഇത്തരം കാര്യങ്ങളിൽ തങ്ങൾക്ക് പറയാനുണ്ട് എന്നത് പറഞ്ഞത്. ഏതായാലും ഇത്തരം രണ്ടുപേരുടെയും വാദമുഖങ്ങൾ 15-ന് പരിഗണിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ ജാമ്യ ഹർജി തള്ളിയിരുന്നു. അന്ന് ഉന്നയിച്ച വാദങ്ങൾ തന്നെയാണ് വീണ്ടും ഉയർത്തിയിരിക്കുന്നത്. പൂർണ്ണമായും താൻ ഉന്നയിച്ച കാര്യങ്ങൾ ഇത് കേട്ടിട്ടില്ല, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വസ്തുതകൾ കാര്യങ്ങൾ പറയാനുണ്ട് എന്നത് പറഞ്ഞു. തനിക്കെതിരെ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്ന ഈ പെൺകുട്ടി, പരാതി ഉന്നയിച്ച പെൺകുട്ടിക്ക് പിറകിൽ മറ്റാരൊക്കെയോ ഉണ്ട്. അത് തൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിന് വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ പരാതി ഉന്നയിക്കാതിരുന്നത്? പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പരാതിയുമായി വരുന്നത്. ഈ സമയത്ത് ചില ആളുകൾ ഇവർക്കൊപ്പം ചേരുകയും ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് നീതി ലഭിക്കണം എന്നതാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഇത് തൻ്റെ വാദങ്ങൾ സമർത്ഥിക്കാനുള്ള ചില തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് ഹാജരാക്കാൻ കഴിയും. ഇത് കോടതി പരിഗണിക്കണം. കോടതി അത്തരം കാര്യങ്ങൾ കൂടി കേട്ടതിന് ശേഷമായിരിക്കണം ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നാളുകളായിട്ട് നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. താൻ ഇതിൽ ഇരയാക്കപ്പെടുകയാണ് എന്ന രീതിയിലുള്ളൊരു വാദമുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി മുൻപാകെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. താൻ ഇരയാണ്, തനിക്ക് പറയാനുള്ളത് കൂടി കേട്ടുകൊണ്ടാകണം തൻ്റെ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി മുൻപാകെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട്
ഈ കാര്യങ്ങൾ വിശദമായ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ച ശേഷം കേസിൻ്റെ കാര്യങ്ങളിലേക്ക് വരിക, ഹൈക്കോടതി അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നതായിരുന്നു രാഹുൽ പൂർണ്ണമായും തന്നെ ഇത് കോടതി മുൻപാകെ സമർപ്പിച്ചത്. അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് തനിക്ക് സാവകാശം നൽകിയാൽ മാത്രമേ തനിക്കുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് തനിക്ക് സാവകാശം വേണം, അറസ്റ്റ് ഒഴിവാക്കി കിട്ടണം എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും കോടതി ഇതിൽ പറഞ്ഞിരിക്കുന്നത് 15-ാം തീയതി വരെയാണ് ഇതിൽ ഇളവ് നൽകിയിരിക്കുന്നത്. 15-ന് കേസ് വീണ്ടും പരിഗണിക്കും. രണ്ടുപേരെയും വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക. ഡാനി, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഇന്ന് തന്നെ ഈ അറസ്റ്റിലേക്ക് കടക്കണം, അറസ്റ്റ് പ്രോസിക്യൂഷൻ പറയുക. സുപ്രീം കോടതിയുടെ വിധിന്യായം അടക്കമുള്ള കാര്യങ്ങൾ, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് മുൻപ് വന്നിട്ടുള്ള ഈ പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതും ഒരു വശത്ത്, അപ്പുറത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പരാതികൾ കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഹൈക്കോടതി ഇതിനൊരു സാവകാശം നൽകുന്നു എന്നാണോ കരുതേണ്ടത്, അതോ ഒരു താൽക്കാലികമായിട്ട് രാഹുലിന്റെ വാദങ്ങൾക്കൊരു ജയം കിട്ടുന്നുണ്ട് ജുഡീഷ്യറിക്ക് മുൻപാകെ എന്നുള്ളൊരു വിലയിരുത്തൽ നിയമവൃത്തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ ഈ സമയത്ത്? അങ്ങനെ കരുതാനാവില്ല അപർണ. കാരണം ഒരു താൽക്കാലിക വിജയമെന്നോ അല്ലെങ്കിൽ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ വാദങ്ങൾ കോടതി പരിഗണിച്ചോ എന്നോ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം കോടതി ഈ കേസ് ഇന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ അതിൻ്റെ ഒരു വാദമുഖങ്ങളിലേക്ക് കേൾക്കുകയോ കടക്കുകയോ ചെയ്തിട്ടില്ല. കോടതി ഇത് 15-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ആ സമയം വരെ ഇത് പരിഗണിക്കാമെന്നതാണ് പറഞ്ഞതെന്ന് രണ്ടുപേരോടും പറഞ്ഞത്. രണ്ടുപേരോടും, വാദിയോടും പ്രതിയോടും പറയുന്നത് ഇതിൽ കോടതിക്ക് കേൾക്കാനുള്ളത് കോടതി കേൾക്കും, രണ്ടുപേരെയും കോടതി കേൾക്കും. ഇതിലൊരു തീരുമാനമല്ല എടുക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം, ഒരു നടപടികളിലേക്കല്ല കടക്കുന്നത്. കേസ് അടുത്ത ദിവസങ്ങൾ പരിഗണിക്കുന്നത് വരെയുമുള്ള ഒരു സാവകാശം എന്ന രീതിയിലേക്കാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു നടപടി. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ വന്നിരിക്കുന്നത് 15-ാം തീയതി വരെയും അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു നടപടികളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് മറ്റു പല രീതിയിലും തന്നെ അത് വായിക്കപ്പെട്ടേക്കാം. ഒരു രാഹുലിന് ആശ്വാസമെന്ന മറ്റു കാര്യങ്ങളിലൊന്നും പറയാം. പക്ഷേ കോടതി അത്തരം കാര്യങ്ങളിലേക്കൊന്നുമല്ല വന്നിരിക്കുന്നത്. കോടതി അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക എന്നത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് അന്ന് പരിഗണിക്കുന്നത് വരെയും ഈ രീതിയിൽ 15-ാം തീയതി വരെയും നോട്ട് അറസ്റ്റ് എന്ന രീതിയിലേക്ക് ആ കോടതി വന്നിരിക്കുന്നത്. പക്ഷേ അതിനെ ഈ രീതിയിൽ തന്നെയാണ് പലരും കാണുന്നത്. ആദ്യഘട്ട വിജയം എന്ന രീതിയിൽ തന്നെ പലരും അതിനെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാഹുലുമായ അടുത്ത വൃത്തങ്ങളെല്ലാം തന്നെയും പറയുന്നത് ഈ നമുക്ക് മുന്നിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെയും അതുവരെയും അത് കഴിഞ്ഞു കിട്ടി എന്ന വരെയും ഒരു സാവകാശവും ഇടവേളയും എല്ലാം തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെതിരെയും രൂക്ഷ വിമർശനം ഉയരുന്നു എന്നത് തന്നെയാണ്. ഈ സാവകാശങ്ങളിലേക്ക് പോകാനുള്ളൊരു കാരണം പോലീസിൻ്റെ ഒരു ഇടപെടലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കോടതിക്ക് മുൻപാകെ ഇന്ന് വന്നപ്പോൾ കോടതി തീരുമാനമെടുത്തത് ഇത്തരം കാര്യങ്ങളിലാണ്. 15-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ അന്ന് രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാം എന്നതാണ്. 15 എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം കടന്നുകൊണ്ടുള്ള ഒരു തീയതിയാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ഡാൻ കുര്യനെ നമുക്ക് മുൻചേരുന്നു. ഡാൻ, ഇതിൽ പോലീസിന്റെ നിലപാട് വലിയ തരത്തിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനെ പ്രതിരോധിക്കുന്ന